പലതരം ചേരുവയുടെ മറ്റൊരു കിടില റെസിപ്പിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ ജസ്റ്റ് കുറച്ച് ഗ്രേവിയോട് കൂടിയും വരട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തീരെ ഡ്രൈ ആയിട്ടും വരട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ വരട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം റെസിപ്പി ഉപയോഗിച്ച് തന്നെ കറി ആയിട്ടും ചെയ്തെടുക്കാം കേട്ടോ. വെള്ളം ഒരുപാട് അങ്ങ് വറ്റിക്കാതെ വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കറിയായിട്ട് വേണമെങ്കിൽ ഇതെടുക്കാം. അതുപോലെ ഈ കറിയിലേക്ക് ചേർത്തിട്ടുള്ള മസാല പൗഡർ സ്പെഷ്യലി ഈ കറിക്ക് വേണ്ടിയിട്ട് ഹോൾ സ്പൈസസ് ഒക്കെ വെച്ച് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ കറി ഒന്നുകൂടി സ്പെഷ്യലാക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ഹോൾ സ്പൈസസ് ഒക്കെ ഇല്ല, ഇനി പൊടിക്കാൻ മടിയാന്നൊക്കെ ഉണ്ടെങ്കിൽ പൊടികൾ ചേർത്താൽ മതി. അതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബീഫ് വരട്ടിയതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പച്ചമുളകിന് തീരെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ 5 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ ഇതുപോലത്തെ പുളിയില്ലാത്ത തക്കാളി എടുക്കാം കേട്ടോ. നമ്മുടെ നാടൻ തക്കാളിക്ക് പുളിയുള്ളതായിരിക്കും. ഒരു മീഡിയം സൈസിൽ 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അല്ലി പറയാന്നുണ്ടെങ്കിൽ ഒരു 10-15 എണ്ണം ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാൻ മീഡിയം സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. സവാളയോടൊപ്പം ഞാനിവിടെ ചെറിയുള്ളി കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾ ചെറിയുള്ളി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സവാള ഒരു നല്ല വലിപ്പമുള്ള 2 സവാള എടുക്കുക, അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ളത് 3 എണ്ണം എടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇതിലേക്ക് ചെറിയുള്ളി കൂടി എടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കറിക്ക് വരും. ഇനി നിങ്ങൾക്ക് ചെറിയുള്ളി ഇഷ്ടമല്ല അല്ലെങ്കിൽ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ഹാൻഡ്ഫുൾ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അളവ് പറയാമെന്നുണ്ടെങ്കിൽ ഒരു 10-15 എണ്ണം ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി കൂടി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് തന്നെയുള്ള വേപ്പിലയാണ്. ഞാനിവിടെ ഒരു 3-4 ഇതുള്ള വേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വേപ്പില എടുക്കുക. ഇപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നമ്മളിവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. 1/2 കിലോ ബീഫ് ആട്ടോ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഫ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ കറിക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല. റോസ്റ്റ് ചെയ്യാനാകുമ്പോൾ ഇച്ചിരി ചെറുതായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ബീഫ് നന്നായിട്ട് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾ വെക്കുമ്പോൾ ഇത് വേവിക്കാൻ വെക്കുന്ന കുക്കറിലേക്ക് തന്നെയായിട്ട് മാരിനേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനിത് ക്യാമറ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു ബൗളിലേക്ക് ചെയ്തേ ഉള്ളൂ. ഇനി മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ആട്ടോ എടുത്തേക്കുന്നത്. ഞാൻ ചെറിയ ടീസ്പൂൺ അളവാട്ടോ പറയുന്നത്. നമ്മളിതിലേക്ക് കുരുമുളക്, പച്ചമുളക്, പിന്നെ വറ്റൽമുളക് അല്ലെങ്കിൽ മുളക് പൊടി ഇനി വയറ്റുന്ന സമയത്തൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി അധികമാകാണ്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഇറച്ചിക്ക് മാത്രമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. മസാലയിലേക്കുള്ള ഉപ്പ് നമ്മൾ സവാള വയറ്റുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് വേണ്ടത് സുർക്കയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ സുർക്ക ഒഴിക്കുന്നുണ്ട്. സുർക്കയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചാലും മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തത് വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ബീഫിലേക്ക് എല്ലായിടത്തേക്കും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 വെജിറ്റബിളും കൂടി ഇട്ടാട്ടോ ഞാൻ വേവിക്കുന്നത്. നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൽ നിന്ന് ഒരു 3-4 ചെറിയുള്ളി, 1 ഇതള് വേപ്പില, പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പച്ചമുളക് കീറൊന്നും വേണ്ട കേട്ടോ, മുഴുവൻ ഇട്ടാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിയുടെയും വേപ്പിലയുടെയും പിന്നെ പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മുടെ ഇറച്ചിയിലേക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലുമായിരിക്കും. നമുക്ക് ഈ ബീഫ് വരട്ടിയെടുക്കാനായതുകൊണ്ട് ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ കൈകി വാരിയെടുത്ത വെള്ളം മതിയാവും ഇതിന് വേവാൻ. ഇനി ഇതിൻ്റെ വേവ് ഓരോ കുക്കറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇറച്ചി ഒരുപാട് മൂത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിസിൽ വേണ്ടി വരും. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 7 വിസിലാട്ടോ കുക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ഇറച്ചി തീരെ ഇളയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 വിസിൽ മതിയാവും. പിന്നെ അതുപോലെ ഒരുപാട് മൂത്തതാണെന്നുണ്ടെങ്കിൽ 10 വിസിലൊക്കെ വേണ്ടി വരും. ഇറച്ചി വേവുന്ന സമയം കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. സവാള തീരെ ലൈറ്റായിട്ട് അരിയണമെന്നില്ല കേട്ടോ. ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇറച്ചിക്ക് വയറ്റാൻ വേണ്ടി സവാള അരിയുമ്പോൾ എപ്പോഴും നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ പച്ചമുളകും കൂടി ഒന്ന് നീളത്തിൽ കീറിടാം. 1 പച്ചമുളക് നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു. തക്കാളി ഞാൻ ഇടാൻ നേരത്തെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുന്നുള്ളൂ കേട്ടോ. അതുപോലെ ചെറിയുള്ളി അരിയേണ്ട ആവശ്യമില്ല, മുഴുവനായിട്ട് തന്നെ അങ്ങ് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഹോൾ സ്പൈസസ് ഒക്കെ വെച്ചിട്ട് ബീഫ് വരട്ടിയതിലേക്ക് വേണ്ട മസാല പൗഡർ റെഡിയാക്കാം. ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഇടാം. അതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. മസാല പൗഡർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 6 വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. ഇത് തീരെ എരിവില്ലാത്ത വറ്റൽമുളക് കേട്ടോ. നോർമൽ എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3-4 മതിയാവും, അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോകും. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2-3 കറിയാമ്പ് കേട്ടോ. കറിയാമ്പ് നല്ല ഫ്രഷ് നല്ല വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. അതുപോലെ 1 ഏലക്ക, 1 ചെറിയ കഷ്ണം പട്ട. പട്ടയും കൂടി പോകരുത് കേട്ടോ. ഒരു 1/2 ഇഞ്ചോളമൊക്കെ വരുന്ന ഒരു മീഡിയം സൈസിലുള്ള പട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വഴറ്റാൻ വെക്കുന്ന ചട്ടി ഒരുപാട് അങ്ങ് ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഈ മസാലകളിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ.
ചെറിയ തീയിലിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ചട്ടി ചൂടാവുന്നതോടൊപ്പം മസാലയും പാകമായി വന്നോളും. മസാലയിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് എടുത്ത് ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കുക. മസാല ഇതുപോലെ ഫ്രൈ ആക്കുന്ന സമയത്ത് മസാലയിൽ നിന്ന് പുക വരികയോ അല്ലെങ്കിൽ കരിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. മസാല വളരെ ശ്രദ്ധിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും. അതുപോലെ നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാനിത് അരിക്കുന്നില്ല കേട്ടോ. ബീഫ് വരട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബീഫും ഇവിടെ വെന്തിരിപ്പുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 7 വിസിലാണ് ഞാൻ വേവിച്ചത്. കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. വെള്ളവും ആവശ്യത്തിനുണ്ട്. അതുപോലെ വെജിറ്റബിൾസ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് വരട്ടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. ചൂടായ ശേഷം 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കുക കേട്ടോ. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഇടാത്തവർ ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. 5-6 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക കേട്ടോ. പച്ച സ്മെല്ലൊക്കെ മാറി ചെറിയൊരു കളർ ചേഞ്ച് ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. വേപ്പില ഇപ്പം ഇടണമെന്നില്ല കേട്ടോ. ജസ്റ്റ് വേപ്പില ഒരു ഇതുള്ള അതിൻ്റെ ഒപ്പം വന്നതാണ്. വേപ്പില ലാസ്റ്റാണ് ഞാൻ ഇടുന്നത്. മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് സവാള നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കളർ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ബീഫിന് സവാള വഴറ്റുമ്പോൾ നമ്മൾ ചിക്കനിലൊക്കെ വഴറ്റുന്ന പോലെ നല്ല ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട. നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മസാല പൗഡർ നമ്മൾ ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ചേക്കുന്നതായതുകൊണ്ട് നമ്മൾ തക്കാളി ഇട്ട് വഴറ്റി കൊടുത്ത ശേഷം പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ റെഡിമെയ്ഡ് മസാല പൗഡറുകൾ നിങ്ങളുടെ കയ്യിലുള്ളതാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ തക്കാളി ഇടുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അളവുകൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഇടുമ്പോൾ പൊടികളിട്ട് പച്ച സ്മെല്ലൊക്കെ മാറിയ ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാല പൗഡർ ഇട്ട് കൊടുക്കണം. മസാലപ്പൊടി ഇട്ടെടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാല ഓൾറെഡി ഫ്രൈ ആയതുകൊണ്ട് ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 10-12 സെക്കൻഡ് വഴറ്റിയാൽ മതിയാവും. അതുപോലെ സവാള വഴറ്റുന്ന സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ മറന്നുപോയതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് ഇട്ടെടുത്ത ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്തെങ്കിലും ഉപ്പ് എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എരിവ് കുറവുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇത് കറിയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ച ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കറിയായിട്ട് എടുക്കാം കേട്ടോ. ചാറോടുകൂടി വേപ്പില ഇപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 വലിയ ഇതിൽ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ വരട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ഭാഗത്തിൽ വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയ ഗ്രേവിയോടുകൂടി ചെറിയൊരു കോയമ്പ് രൂപത്തിലാണ് വരട്ടിയെടുത്തത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ പരുവത്തിൽ ഒരു 1/4 ഭാഗത്തോളം മറ്റൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം ബാക്കിയുള്ളത് ഡ്രൈ ആയിട്ട് വരട്ടിയെടുക്കണം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്തെടുക്കുന്നതാട്ടോ നല്ലത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒട്ടും അടി പിടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് വരണ്ട് കിട്ടും. ഇതിപ്പോൾ ഞാനിവിടെ ഒരു ഉരുളിയാണ് വെച്ചേക്കുന്നത്. അതിൽ പെട്ടെന്ന് അടി പിടിക്കും. ഇതുപോലെ കുറച്ച് സമയം ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ 2 രീതിയിലുള്ള ബീഫ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബീഫ് ഫ്രൈ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിലും കൂടി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.